Good afternoon, dear students. Today we are starting a new chapter that is Raktapitta Nidana, the second chapter of Nidana Sthana of Charaka Samhita. So last few classes we have studied or we have dealt with Jwara Nidana and we have understood that what is Jwara and how it is Jwara, how the Jwara is occurring and what is the types of Jwara, what is Aganda Jwara, and briefly we have studied that what is the general treatment of Jwara. So before coming to Raktapitta Nidana, you have to know, or we have to know that what is Raktapitta. So being a second year student, you know that Jwara means nothing but fever. So when it comes to the Raktapitta, you have an idea, you should have an idea or notion what is Raktapitta. I am not telling that you have to know about entire about Raktapitta, but before coming to the chapter, you may have to an idea that what is Raktapitta. For example, if it is somebody saying that is Sandhigatavada, you may have a notion that it is nothing but joint disease, or you may have, or the notion should come the mind that the Sandhigatava is nothing but the disease related to knee joint. Being a second year student, what Sandhigatavada means a joint related problem or joint related disease, all the disease which are occurring or which are causing the joints. So Raktapitta means you have to know what is Raktapitta. So Raktapitta is nothing but a bleeding disorder. A bleeding is coming out of mouth or from nose or from ear, or any bleeding from like any internal bleeding, everything comes under Raktapitta. So once you study Raktapitta properly, you may have an idea that Raktapitta is something different or Raktapitta is a broad diseases, but generally Raktapitta is nothing but a bleeding disorder. So എപ്പോഴും നമുക്ക് ഒരു ചികിത്സ പഠിക്കുമ്പോൾ ഒരു ഡിസീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഡിസീസ് എന്താണെന്നുള്ളൊരു ബ്രീഫായിട്ട് നമുക്കൊരു ഐഡിയ വേണം. നമുക്ക് അതിസാണെന്ന് അറിയാം, നമുക്കത് വയറിന്ന് പോകുന്നതാണ്, നമുക്ക് ഒരു മോഷൻ ഡിസീസാണ്. അല്ലെങ്കിൽ നമുക്ക് ഛർദി എന്ന് പറഞ്ഞാൽ അറിയാം അത് വൊമിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ജ്വരം എന്നറിയാം, നമുക്ക് ഫീവർ എന്നറിയാം. അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മൾ രക്തപിത്തം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാകണം, ഇത് സംതിങ് റിലേറ്റഡ് വിത്ത് ബ്ലീഡിങ്. അപ്പോൾ രക്തപിത്ത എന്ന് വെച്ചാൽ ബ്ലീഡിങ് ഡിസോർഡറാണ്. സോ ഇനി അടുത്തത് വരുമ്പം നമുക്ക് ചരകൻ്റെ നിദാനസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ചരകൻ ഓൾറെഡി 8 ഡിസീസുകൾ മാത്രമേ നിദാനസ്ഥാനത്ത് പറയുന്നുള്ളൂ. വേറെ അഷ്ടാംഗഹൃദയത്തിൽ നിങ്ങളിപ്പോൾ നിദാനസ്ഥാനം പഠിക്കുമ്പോൾ അഷ്ടാംഗത്തിൽ 16 ചാപ്റ്റേഴ്സ് പറയുന്നുണ്ട്, പക്ഷേ ചരകൻ 8 മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 8 പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് 8 എന്ന് പറയുന്ന നമ്പർ മംഗളമാണ്, അത് ഫസ്റ്റ് ജ്വര ചികിത്സയിലകത്ത് പറയുന്നു മംഗളമാണ്, അതുകൊണ്ടായിരിക്കാം 8 ഡിസീസുകൾ മാത്രം പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ചരകൻ പറഞ്ഞിരിക്കുന്നത് ഈ 8 ഡിസീസുകളാണ് അന്നത്തെ കാലത്ത് പ്രഡോമിനൻ്റ് ആയിട്ട് ഇരുന്നിരുന്നത്. ചരകൻ എഴുതുന്ന പീരീഡിൽ ഈ 8 ഡിസീസുകളായിരുന്നു അന്ന് കൂടുതലായി കണ്ടപ്പെട്ടിരുന്ന കാണപ്പെട്ട അസുഖം. സോ അതുകൊണ്ടായിരിക്കാം 8 ഡിസീസുകൾ മാത്രമേ ചരകൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ 8 ആയിരിക്കും, നിങ്ങൾ മഹാഗതങ്ങൾ പഠിച്ചില്ല, അഷ്ടമഹാഗതം, അല്ലെങ്കിൽ ഈ 8 ഡിസീസുകളായിരിക്കും മഹാഗതം എന്നുള്ള രീതിയിൽ ചരകൻ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുക. സോ അല്ലാതെ നമുക്കൊരു ബേസിക്കലി പറഞ്ഞ ഈ 3 കൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ ചരകൻ 8 ചാപ്റ്റർ നിദാനസ്ഥാനത്തിൽ പറയാൻ. സോ ഇനി വരുമ്പം എന്തുകൊണ്ടാണ് 2ാമത്തെ ചാപ്റ്ററായിട്ട് രക്തപിത്തം പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ സൂത്രസ്ഥാനം ഞാൻ നിങ്ങൾക്ക് ആത്രേയ ഭദ്രകാപ്പി അധ്യായമൊക്കെ പഠിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ ചാപ്റ്ററിന് ആത്രേയ ഭദ്രകാപ്യം എന്ന് പേര് വരാൻ കാരണം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡിസ്കഷൻ ബിറ്റ്വീൻ ആത്രേയ ആൻഡ് ഭദ്രകാപ്പി ആൻഡ് എക്സെട്ര സയൻറ്റിസ്റ്റ്. സോ ഇവിടെ രക്തപിത്ത നിദാനം എന്ന് ചാപ്റ്ററിന് പേര് വരാൻ കാരണം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് ചാപ്റ്റർ ഈസ് ഡീലിംഗ് വിത്ത് രക്തപിത്ത ആൻഡ് വൈ ഇറ്റ് ഹാസ് ബീൻ കെപ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ. സോ ജ്വരത്തിന് ശേഷം ശ്വാസം പറയായിരുന്നു, കാസം പറയായിരുന്നു, അല്ലെങ്കിൽ അതിസാരം പറയായിരുന്നു, ഛർദി പറയായിരുന്നു, ഗുൽമം പറയായിരുന്നു, കുഷ്ഠം പറയുന്നു. എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് ചാപ്റ്ററായിട്ട് ജ്വരത്തിന് ശേഷം രക്തപിത്തം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ റീസൺ. ചരകനായാലും ശരി, അഷ്ടാംഗഹൃദയമായാലും ശരി, സുശ്രുത സംഹിതയായാലും ശരി, എവിടെയായാലും ഡിസീസിനെ പ്ലേസ് ചെയ്യുമ്പം, ഡിസീസിനെ പറയുമ്പം ആ ഡിസീസിന് പ്ലേസ് ചെയ്തിരിക്കുന്ന നമ്പറിന് അല്ലെ ഡിസീസ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇവിടെ ജ്വരത്തിന് ശേഷമാണ് രക്തപിത്തം പറയുന്നത്. ഈവൻ അഷ്ടാംഗത്തിലായാലും ജ്വരത്തിന് ശേഷമാണ് രക്തപിത്തം പറയുന്നത്. രക്തപിത്തം ശ്വാസം കാസം പറയുന്നു. സോ എന്തുകൊണ്ടാണ് ജ്വരത്തിന് ശേഷം രക്തപിത്തം എന്ന് പറയുന്നത്? ജ്വരത്തിൻ്റെ ചൂട് കൊണ്ട്, ജ്വരത്തിൻ്റെ സന്താപ ഗുണം കൊണ്ടാണ് രക്തപിത്തം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ജ്വരത്തിന് ശേഷം സൂൺ ആഫ്റ്റർ ജ്വര ദ രക്തപിത്ത ഹാസ് ബീൻ പ്ലേസ്ഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, വേറൊരു ഇൻ്റർപ്രിട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ജ്വരം എന്ന് പറയുന്ന ഏത് ധാതുവിനെയാണ് എഫക്റ്റ് ചെയ്യുന്നതാണ്? രസധാതുവിനെയാണ്. അടുത്ത ധാതു ഇതാണ്, രക്തധാതുവാണ്. സോ അടുത്ത നെക്സ്റ്റ് ധാതു, അതായത് ജ്വരം വന്നു, അത് രസധാതുവിനെ എഫക്റ്റ് ചെയ്തു. ജ്വരം വന്നു, അത് രക്തത്തിനെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് ധാതുവിനെ എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് രക്തപിത്തം എന്ന് പറയാം. സോ അതുകൊണ്ടാണ് രക്തപിത്തം ജ്വര ചികിത്സയ്ക്ക് ശേഷം സൂൺ ആഫ്റ്റർ ജ്വര ചികിത്സ അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നത്തിങ് ബട്ട് ഇവിടെ ചക്രപാണി അതിൻ്റെ ഡെഫിനിഷൻ മീൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ട്.
ആദ്യ ഉത്പത്തോ ജ്വരസന്താപാത് രക്തപിത്ത ഉത്പത്തേർ ജ്വരം അനു രക്തപിത്ത നിദാനം ഉച്യതേ. അതാണ് ശേഷം ജ്വരത്തിൻ്റെ സന്താപ ഗുണം കൊണ്ടാണ് രക്തപിത്തം ഉണ്ടാകുന്നത്. ജ്വരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ളൊരു സിറ്റുവേഷനാണ്. സന്താപ ഗുണം ഭയങ്കര ബേണിംഗ് ആയിട്ടൊരു അവസ്ഥ. ഈ ബേണിംഗ് അവസ്ഥ കൊണ്ടാണ്, ഈ ജ്വരത്തിൻ്റെ ഈ സന്താപ ഗുണം കൊണ്ടാണ് അടുത്തൊരു ഡിസീസ് ഉണ്ടാവും. അതിനെയാണ് രക്തപിത്തം എന്ന് പറയുന്നത്. പിത്തം യഥാഭൂതം ഇത്യാദീന പിത്തം ഏവ അവസ്ഥ ഷാ ലോഹിത പിത്തം ഉച്യത്തെ ഇതി ദർശയതി തനു രക്തം ച പിത്തം ച രക്തപിത്തം ഇതി. സോ അടുത്ത ചക്രപാണി ഒരു ക്ലാരിഫിക്കേഷൻ തരുവാണ്. രക്തപിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും തോന്നും ഇത് നമുക്ക് അറിയാൻ പറ്റും രക്തവും പിത്തവും കമ്പൈൻ ചെയ്തൊരു അസുഖമാണ് രക്തപിത്തം. പക്ഷെ നമുക്ക് പിന്നെ ഇത് പഠിക്കുമ്പോൾ തോന്നും ഇതിൽ രക്തമാണോ കൂടി നിൽക്കുന്നത് പിത്തമാണോ കൂടി നിൽക്കുന്നത്, ഇത് രക്തമാണോ പ്രൊഡോമിനൻറ്റ് ഡിസീസ് അല്ലെങ്കിൽ പിത്തം പ്രൊഡോമിനൻറ്റ് ഡിസീസാണോ രക്തപിത്തം നമുക്ക് തോന്നും. എനിവേ ആശ്രയ ഭാവം വെച്ചിട്ട് പിത്തവും രക്തവും അസോസിയേറ്റ് ആണ്. പക്ഷേ എന്നാലും ചക്രപാണി പറയാണ് പിത്തം യഥാഭൂതം, ഇത് പൈത്തികമായിട്ടൊരു അസുഖമാണ്. പിത്തം പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അസുഖമാണ്. പിത്തം പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പിത്തത്തിൻ്റെ വിശേഷം കൊണ്ട് രക്തം വിഷയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് രക്തപിത്തം എന്നാണ് ആചാര്യം പറയുന്നത്. അപ്പം നമുക്ക് രക്തപിത്തം എന്ന് മനസ്സിലാക്കാൻ എപ്പോഴും നമുക്ക് ആദ്യം മൈൻഡിൽ വേണ്ടത് രക്തപിത്തം എന്ന് വെച്ചാൽ പിത്ത പ്രൊഡോമിനൻ്റ് ഡിസീസാണ്. സോ ഇനി രക്തപിത്തം എന്നുള്ള പേര് എന്തുകൊണ്ട് വന്നു, അതും ചക്രപാണി തന്നെ പറയാണ്. ഏതേന രക്തയുക്തം പിത്തം രക്തപിത്തം ഇതി പ്രഥമാനുരുക്തി. പ്രഥമം ആദ്യമായിട്ട് എന്താ റീസൺ എന്ന് വെച്ചാൽ രക്തയുക്തം പിത്തം, രക്തം പ്ലസ് പിത്ത ആഡ് ചെയ്തിരിക്കണം, രക്ത ആഡഡ് ടു പിത്ത, അതുകൊണ്ടാണ് രക്തപിത്തം എന്ന് പറയുന്നത്. രക്തേ ദൂഷ്യ പിത്തം ഇത് ദ്വിതീയ, രക്തേ ദൂഷ്യ രക്ത ഈസ് വിഷ്യേറ്റഡ് ബൈ പിത്ത, അതുകൊണ്ടാണ് സെക്കൻഡ് ഡെഫിനിഷൻ പറയുന്നത്. രക്തവത് പിത്തം രക്തപിത്തം ഇത് തൃതീയ, രക്തവത് പിത്തം രക്തപിത്തം, രക്ത ഈസ് ലൈക്ക് പിത്ത ഓർ പിത്ത ഈസ് ലൈക്ക് രക്തം പിത്തം പോലെ ആയിക്കോ അല്ലെ പിത്തം രക്തം പോലെ ആയി നിൽക്കുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് നമുക്ക് രക്തപിത്തം എന്ന് പറയുന്നത്. സോ ഉക്തം ച ചികിത്സതേ, ചികിത്സാ സ്ഥാനത്തിൽ ആചാര്യം പറയുന്നുണ്ട്. സംസർഗ ദൂഷണ തത്തു സാമാന്യ ഗന്ധവർണ്യോ രക്തസ്യ പിത്തമാക്കിയാതും രക്തപിത്തം മനീഷഭി. സംസർഗ ദൂഷണ തത്തു, സംസർഗം രക്തവും പിത്തവും തമ്മിൽ അന്യോന്യം കമ്പൈൻ ചെയ്തിരിക്കുന്നു. ദൂഷണ തത്തു രക്തത്തിനെ പിത്തം വിഷയേറ്റ് ചെയ്തിരിക്കുന്നു. സാമാന്യ ഗന്ധവർണ്യോ രക്തത്തിൻ്റെ ഗന്ധവും വർണ്ണവും തന്നെയായിരിക്കും രക്തപിത്തം എന്ന് പറഞ്ഞ അസുഖത്തിനുണ്ടാവുക. അതുകൊണ്ടാണ് രക്തപിത്തം എന്നുള്ള പേര് വന്നിരിക്കുന്നത്. സോ ഇതാണ് 4 റീസൺ. സോ വെനെവർ a question asks you what is Raktapitta, or briefly a 10 mark question is asking you Raktapitta Nidana, means you have to give a introduction that why Raktapitta Nidana is placed after Jwara Nidana and why the Raktapitta name comes, because these 4 definition you can give. സോ ഇതൊന്നും നിങ്ങൾ ചരകത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സിലബസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഡിസീസ് അറിയുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം ഇൻട്രൊഡക്ഷൻ അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നിദാന സ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇവൻ ചരകത്തിലോ നിങ്ങൾക്ക് എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെറിയ കുഞ്ഞു പോയിന്റുകൾ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഫുൾ മാർക്സ്. സോ നിദാന ആൻഡ് സംഖ്യാസംപ്രാപ്തി. ഇനി നമ്മൾ രക്തപിത്തത്തിൻ്റെ നിദാനം പഠിക്കണം. ഇത് നിങ്ങൾക്ക് സിലബസിൽ മീനിങ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിദാന സ്ഥാനത്തിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. യഥാ ജന്തുർ യവക ഉദ്ദാലക കോഴദൂഷ പ്രായാണി അന്നാനി ഭുക്തേ വൃഷ ഉഷ്ണതീഷ്ണം അഭി ച അന്യത് അന്നജാതം നിഷ്പാവ മാഷ കുലത്ത സൂപക്ഷാര ഉപസംഹിതം ദതിമണ്ഡ ഉദശ്വിത് കട്വര അമ്ല കാഞ്ചിക ഉപസേകം വരാഹ മാഹിഷ അവിക മത്സ്യ ഗവ്യപിഷിതം പിണ്യാക പിണ്ടാലു ശുഷ്കശാക ഉപഹിതം മൂലക സർഷഭ ലശുന കരഞ്ച ശിഗ്രു മധുശിഗ്രു ഭൂസ്റ്റൃണ സുമുഖ സുരസ കുടേരക ഗണ്ഡീരക അലമാലക പർണസ ക്ഷവക ഫണിജ്ഞക ഉപദംശം സുരാസൗവീര തുഷ ഉദക മൈരേയ മേധക മധൂലക ശുക്ത കുവള ബദര അമ്ലപ്രായാനുപാനംബ പിഷ്ട അന്ന ഉത്തരഭൂയിഷ്ടം ഉഷ്ണ അഭിതപ്തോവ അതിമാത്ര അതിവേലംബ ആമം പയം പിബേതി പയസാ സമഷ്ണതി രോഹിണികം കാണകപോതംബ സർഷഭ തൈലക്ഷാരസിദ്ധം കുലത്തപ്പിണ്യാക ജാംബു ലഘുജപക്വൈഹി ശക്തികേർവ സഹ ക്ഷീരം പിബതി ഉഷ്ണ അഭിതപ്തഃ തസ്യം ഏവമാചരിതഃ പിത്തം പ്രകോപമാപദ്യതേ. സോ ഈ ശൗക്തികേർവ സഹക്ഷീരം പിബതി ഉഷ്ണം അഭിതപ്ത, ഇതുവരെ നിദാനങ്ങളാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് തസ്യം ഏവം ആചരിതഃ പിത്തം പ്രകോപമാപദ്യതേ ലോഹിതം ച സ്വപ്രമാണം അതിവർത്തതേ തസ്മിൻ പ്രമാണ അതിവൃത്തേ പിത്തം പ്രകൃതം ശരീരം
അനുസർപ്പദ്യേവ യകൃത്പ്ലീഹ പ്രഭാവാണാം ലോഹിതവഹാനാം ച സ്രോതസാം ലോഹിത അഭിഷന്തഗുരുണി മുഖാനി അസാധ്യ പ്രതിരുദ്ധ്യാൻ തദേവ. ഇത്രത്തോളമാണ് നിദാനങ്ങൾ സംപ്രാപ്തി പറയുന്നത്. നിദാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യവക, ഉദ്ദാലക, കോഴദൂഷ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രെയിൻസ്, യവ, ഉദ്ദാലക, കോഴദോഷം അല്ലെ വൃഷോഷ്ണം, തീഷ്ണമായിട്ടുള്ള ഉഷ്ണമായിട്ടുള്ള അന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, നിഷ്പാവ മാഷ കൊടുത്ത്, നിഷ്പാവങ്ങളും മാഷാച്ച് ഉഴുന്ന് ഇതുപോലത്തെ ഗ്രെയിൻസ് കഴിച്ചു കഴിഞ്ഞാൽ, ദതിമണ്ട, ദതി മീൻസ് നമ്മൾ കേട്, ദതിമണ്ട മീൻസ് സോർക്കേട്, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ വരാഹ, മഹിഷ, അവിക, വരാഹത്തിൻ്റെ പിഗിൻ്റെ മീറ്റ് അല്ലെങ്കിൽ ബഫല്ലോ മീറ്റ് അല്ലെങ്കിൽ ഗോഡ് മീറ്റ് അല്ലെങ്കിൽ മത്സ്യം കൂടുതൽ, ഇതൊക്കെ ഇവിടെ ഇതുപോലത്തെ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിഷ്ട അന്ന ഉത്തരപുഷ്ടം, പേസ്ട്രീസ് ആഫ്റ്റർ ടേക്കിംഗ് ഫുഡ്, ഉഷ്ണാഭിതപ്തോ വാദിമാത്രമേവലം വാ ആമം പയഹ. മീൻസ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബോയിൽഡ് ആയിട്ടുള്ള മിൽക്ക് കഴിച്ചു കഴിഞ്ഞാൽ, ചൂടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മിൽക്കെന്ന് അഷ്ടാംഗഹൃദയം നിങ്ങൾ ക്ഷീരത്തിൻ്റെ ക്വാളിറ്റീസ് പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നേരിട്ട് അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പശുവിൽ നിന്ന് പാല് അപ്പോൾ തന്നെ എടുക്കുകയാണ് അമൃതോപമ, ധാരോഷ്ണം അമൃതോപമം എന്നാണ് അഷ്ടാംഗഹൃദയം പറയുന്നത്. പക്ഷേ ചൂടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അധികം ചൂടാക്കി ചെയ്താൽ കണ്ടൻസ്ഡ് ആയിക്കാൻ നല്ലതല്ല എന്ന് അഷ്ടാംഗഹൃദയം പറയുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ആഹാരങ്ങളെ, സേവനങ്ങളെ സേവിച്ചു കഴിഞ്ഞാൽ രക്തപിത്തം ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകുന്നതാണ് ആചാര്യം പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊക്കെ എക്സസൈസ് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇതൊക്കെ നോർമലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു പ്രശ്നമില്ല. ഒരാൾക്ക് ഒരു യവം കഴിച്ചാലും മാഷ കഴിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് എക്സസൈസ് ആയിട്ട് പ്രൊലോങ്ഡ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ വരുമോ. എങ്ങനെയാണ് ഇതിൻ്റെ സംപ്രാപ്തി, എങ്ങനെയാണ് ഇതിൻ്റെ പാത്തോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള ആഹാര സേവനങ്ങളെ കൊണ്ട് തസ്യമേവമാചര പിത്തം പ്രകോപം ആപതിതേ. ഇങ്ങനെയുള്ള ആഹാരങ്ങൾ, ഇങ്ങനെയുള്ള വിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിത്തം പ്രകോപം ആപതിതേ, പിത്തം അപ്പം തന്നെ പിത്തം വിഷേറ്റ് ചെയ്യും. ലോഹിതം ച സ്വപ്രമാണ അതിവർത്തതേ. സോ പിത്തം വൺസ് എക്സസീവായിട്ട് അഗ്രവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിത്തവും രക്തവും ആശ്രയ ഭാവമായതുകൊണ്ട് എന്തായാലും രക്തവും അവിടെ രക്തത്തിൻ്റെ പ്രമാണം കൂടും. രക്തം എക്സസീവായിട്ട് കൂടും. പ്രമാണം എന്ന് വെച്ചാൽ രക്തത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതാണ് പറയുന്നത്. പിത്തം വൺസ് എക്സസീവായിട്ട് കൂടുന്ന സമയത്ത് രക്തത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും ബോഡിയിൽ. തസ്മിൻ പ്രമാണ അതിവൃത്തെ പിത്തം പ്രകുപിതം ശരീരം അനുസർപ്പത്തേവ യകൃത്പ്ലീഹം പ്രഭാവാണം ലോഹിതവഹാനാം ച സ്രോതസാം ലോഹിത അഭിഷന്ത ഗുരുണി. ഇനി ഇങ്ങനെ പിത്തം വിഷയേറ്റ് ചെയ്തു. ഇങ്ങനെ ആഹാര വിഹാരങ്ങൾ കൊണ്ട് പിത്തം കൂടുന്ന സമയത്ത് രക്തത്തിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി. രക്തത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്ന സമയത്ത് ഈ രക്തവാഹ സ്രോതസ്സിലാണല്ലോ രക്തം ഉണ്ടാവുക. അപ്പോൾ രക്തവാഹ സ്രോതസ്സിൽ രക്തവാഹാനാം സ്രോതസം യകൃത് മൂലം പ്ലീഹാച്ച, ഈ രക്തവാഹ സ്രോതസ്സിലേക്ക് പിത്തം വിഷയേറ്റ് ചെയ്തിട്ടുള്ള പിത്തം പോവുകയും ഇങ്ങനെ രക്തവാഹ സ്രോതസ്സിലെത്തുകയും രക്തവാഹ സ്രോതസ്സിൽ ബോഡിയിൽ എല്ലാ സ്ഥലത്തും ഈ വിഷയേറ്റ് ചെയ്ത് പിത്തം പോവും. ഈ വിഷയേറ്റ് ചെയ്ത പിത്തം പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ രക്തത്തിനെ അത് വിഷയേറ്റ് ചെയ്യും. അങ്ങനെയാണ് രക്തപിത്തം എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. സോ ഡ്യൂ ടു ദിസ് നിദാന ആഹാര സേവന പിത്ത ഗെറ്റ്സ് വിഷിയേറ്റഡ്. വൺസ് പിത്ത വിഷിയേറ്റഡ് മീൻസ് ക്വാണ്ടിറ്റി ഓഫ് രക്ത ഇൻ ദ ബോഡി എക്സീഡ്സ് ഇറ്റ്സ് നോർമൽ ക്വാണ്ടിറ്റി. പിത്തം ആശ്രയഭാവം കൊണ്ട് പിത്തം വൺസ് എക്സസീവായിട്ട് വിഷിയേറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി രക്ത വിൽ ഓൾസോ എക്സസീവ്ലി വിഷിയേറ്റഡ്. ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റി ഓഫ് ദ രക്ത വിൽ ഇൻക്രീസസ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഓപ്പണിംഗ് ഓഫ് രക്തവാഹ സ്ട്രോസ്. സോ രക്തവാഹ സ്ട്രോസ്, അതായത് രക്തം ക്വാണ്ടിറ്റി കൂടണമെങ്കിൽ രക്തവാഹ സ്ട്രോസിൻ്റെ രക്തവാഹ സ്ട്രോസ് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അതിൻ്റെ ഓപ്പണിംഗ് ഓഫ് രക്തവാഹ സ്ട്രോസിൻ്റെ ഓപ്പണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് രക്തവാഹ സ്ട്രോസ് ഇവിടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഈ രക്തവാഹ സ്രോതസ്സിലേക്ക് ഈ പിത്തം വിഷയേറ്റ് ചെയ്ത പിത്തം പോവുകയും അങ്ങനെ ഇത് ഹോൾ ഓവർ ദ ബോഡി എത്തുകയും, ഇങ്ങനെ ഹോൾ ഓവർ ദ ബോഡി എത്തുന്ന സമയത്ത് അത് ഈ വിഷയേറ്റ് ചെയ്ത പിത്തം പിന്നെയും രക്തത്തിനെ വിഷയേറ്റ് ചെയ്യുകയും അങ്ങനെ രക്തപിത്തം ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. രക്തപിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിത്തവും രക്തവും തമ്മിൽ അന്യോന്യമായിട്ടുള്ള സംബന്ധമാണ്. പിത്തം രക്തയുധം എന്ന് നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പഠിച്ചല്ലോ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിത്തം പിത്തവും രക്തവും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് രക്തപിത്തം. പക്ഷേ ഇവിടെ പിത്തമായിരിക്കണം ഏറ്റവും പ്രൊഡോമിനൻ്റ് ആയിരിക്കുന്നത്, രക്തമല്ല. പിത്തമായിരിക്കും പ്രൊഡോമിനൻ്റ് അസുഖമാണ് രക്തപിത്തം. സോ പിത്തവും രക്തവും കമ്പൈൻ ചെയ്തിട്ടാണ് രക്തപിത്തം ഉണ്ടാകുന്നത്. അതിലത്തെ പിത്തമായിരിക്കും പ്രൊഡോമിനൻ്റ്. പക്ഷേ പിത്തവും രക്തവും ആശ്രയ ഭാവമായതുകൊണ്ട് വൺസ് പിത്തം വിഷയേറ്റ് ചെയ്ത സമയത്ത് രക്തം വിഷയേറ്റ് ചെയ്യുകയും അങ്ങനെ ഈ വിഷയേറ്റ് ചെയ്ത പിത്തം രക്തവാഹ സ്രോതസ്സിൽ, അതായത് യകൃതത്തിലും പ്ലീഹത്തിലും പോയിട്ട് നിൽക്കുകയും അങ്ങനെ അവിടുന്ന് ഈ പിത്തം ഈ രക്തത്തിലേക്കൂടെ ബോഡിയിലെ എല്ലാ സ്ഥലത്ത് പോവുകയും രക്തത്തിനെ വിഷയേറ്റ് ചെയ്യിക്കുകയും ചെയ്തിട്ട് രക്തപിത്തം ഉണ്ടാകുന്നു. സോ ഇതാണ് ഇതിൻ്റെ സംപ്രാപ്തി. സോ പൂർവ്വരൂപ. സോ ഈ പൂർവ്വരൂപം നിങ്ങൾക്ക് മീനിങ് മാത്രം മതി. പക്ഷേ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ നിദാന.
तस्य एमानि पूर्वरूपाणि भवति तद्दा अनन्याभिलाषः भुक्तस्य विदाः भुक्त अम्लगन्धरस उद्गारः शर्दे अभीष्णम् आगमनं शर्द्यस्य बीभत्सता स्वरभेदो गात्राणां सदनं परिदाः मुखात् धूम आगम इव लोहलोहितमल्स्य आम गन्धित्वम् इव च आस्यस्य रक्तहरित हारिद्र त्वं अवयव शगन्मूत्र स्वेद लाल सिद्धाणग आस्य कर्णमल पिडगौलिक पिडगानाम् अङ्गवेदना लोहित नील पीत शावानाम् अर्चष्मतां च रूपाणां स्वप्ने दर्शനം അഭീഷ്ണം മിതി ലോഹിതപിത്ത പൂർവ്വരൂപാണി ഭവന്തി. സോ പൂർവ്വരൂപം എന്തൊക്കെയാണ്? അനന്നാഭിലാഷം, നമുക്ക് അവേർഷൻ ടുവേർഡ്സ് ഫുഡ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. ഭുക്തസ്യ വിദാഹ മീൻസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. ശുക്ത അമ്ലഗന്ധസ്യ ഉദ്ഗാരം നമുക്ക് ഉദ്ഗാരം വരുമ്പോൾ സമയത്ത് അത് ബെൽക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് അമ്ലഗന്ധം പോലെ അല്ലെങ്കിൽ വിനിഗറിൻ്റെ അല്ലെങ്കിൽ ഒരു അമ്ലഗന്ധമായിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഛർദിയുടെ അഭീഷ്ണം ആഗമനം, ഛർദി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടാവും. ഛർദി അസ്യ ബീഭത്സത, ഇനി വോമിറ്റിംഗ് ഉണ്ടാക്കിയ വോമിറ്റിംഗ് മെറ്റീരിയൽസിൽ നമുക്ക് എന്താ പറയുക, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ബീഭത്സത, നമുക്ക് അതിലത്തെ ഒരുപാട് ഫൗൾ സ്മെല്ലും അല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നും അതിലത്തെ ഒരുപാട് ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും, ബൈൽസ് ഉണ്ടാവും. സ്വരഭേദോ മീൻസ് ഹോസ്നെസ് ഓഫ് വോയിസ്. ഗാത്രാണം സദനം, നമുക്കൊരു വീക്ക്നെസ് ഉണ്ടാവും. ഈ വോമിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് വീക്ക്നെസ് ഉണ്ടാവും. പരിദാഹ ബേണിംഗ് സെൻസേഷൻ. മുഖാത് ധൂമ ആഗമ ഇവ, നമ്മൾ വായിലേക്കൂടെ പുക വരുന്ന പോലെ നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ പിത്തം എക്സസീവായിട്ട് വിഷീറ്റ് ചെയ്തിരിക്കുക. പിത്തം എന്ന് വെച്ചാൽ ചൂടാണ്, രക്തവും ചൂടാണ്. അപ്പം പിത്തവും രക്തവും വിഷയിച്ച് ബോഡിയിൽ ചൂട് കൂടി, അപ്പോൾ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് വായിലേക്കൂടെ ഒരു പുക വരുന്ന പോലെ നമുക്ക് തോന്നും. ലോഹിത മത്സ്യ ആമഗന്ധിത്വം ഇവ ച അസ്യസ്യ, മുഖത്തിൽ നമുക്ക് എന്തൊക്കെ ലോഹ എന്ന് വെച്ചാൽ രക്തം, ലോഹ മീൻസ് മെറ്റൽ, ലോഹിത മീൻസ് രക്ത, മത്സ്യ മീൻസ് ഫിഷ്, ആമ മീൻസ് ആമത്തിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഹാരിദ്ര ത്വം അവയവ ശകൻ മൂത്ര സ്വേത ലാല സിദ്ധാണക. ഈ ശകൻ മൂത്ര സ്വേത ലാല സിദ്ധാണക നോസിലേക്കൂടെ വരുന്ന സെക്രീഷൻസ് അല്ലെങ്കിൽ കർണത്തിലുണ്ടാകുന്ന നമ്മുടെ എന്താ പറയുക ആ ഒരു എക്സ്ട്രീറ്റ, ഇതിലൊക്കെ നമുക്ക് ബ്ലാക്കിഷും അല്ലെ റെഡിഷ് ബ്രൗണിഷ് ഓർ ബ്ലാക്കിഷ് കളർ നമുക്ക് ഫീൽ ചെയ്യും. അംഗവേദന, ബോഡി പെയിൻ ഉണ്ടാവും. ലോഹിത നീല പീത ശാവാനാം അർച്ചുഷ്മതാം ച രൂപാണാം. ഈ ലോഹിത മീൻസ് റെഡിഷ്, നീല ബ്ലൂയിഷ് ഓർ പീത യെല്ലോയിഷ്, ശ്യാവ ബ്രൗണിഷ്, അർച്ചുഷ്മതാം ഡാസ്ലിംഗ് എന്നാണ്. ഇങ്ങനത്തെ സ്വപ്നങ്ങൾ നമ്മൾ കാണാൻ പറ്റും. ഇങ്ങനത്തെ നിറത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ സ്വപ്നങ്ങളിൽ കാണാൻ പറ്റും. So the frequent dreams of such objects, red, blue, yellow, blackish and brilliant objects in dreams. നമുക്കൊരു ബ്രില്യൻ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ഡ്രീമിൽ കാണാൻ പറ്റുക. ഇതൊക്കെയാണ് പൂർവ്വരൂപം. സോ ഈ നേരത്തെ ജ്വരത്തിൽ ഞാൻ പൂർവ്വരൂപം പറഞ്ഞല്ലോ. പൂർവ്വരൂപം രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് പൂർവ്വരൂപം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പൂർവ്വരൂപം നമ്മൾ ജ്വരനിദാനത്ത് പഠിച്ചപ്പോൾ രണ്ട് ടൈപ്പ് പൂർവ്വരൂപമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വരൂപം എക്സാക്റ്റ് ആയിട്ട് രൂപത്തിൽ കാണാൻ പറ്റും. മറ്റേത് പൂർവ്വരൂപത്തിൽ കാണുന്നത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് രൂപത്തിൽ കാണാൻ പറ്റില്ല. ഈ അർച്ചുഷ്മതാം നീലപീതശാവ ഈ ഡ്രീംസൊക്കെ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു കാറ്റഗറി രൂപത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അസാധ്യമായിരിക്കും. സോ ഈ ഉപദ്രവം ഇമ്പോർട്ടൻ്റ് ആണ്. ശ്ലോകവും പഠിക്കണം, മീനിങ് പഠിക്കണം. അക്കോർഡിംഗ് ടു കുഹാ സിലബസ് ദ ഉപദ്രവ ഇസ് ഇമ്പോർട്ടൻറ്റ് ഓർ യു ഹാവ് ടു സ്റ്റഡി ശ്ലോക. ഉപദ്രവസ്തു കലു ദൗർബല്യ അരോചക അവിപാക ശ്വാസകാസ ജ്വര അതിസാര ശോഫ ശോഷ പാണ്ഡരോഗ സ്വരഭേദശ്ച. ദൗർബല്യ ഡെബിലിറ്റി ഓർ വീക്ക്നെസ്, അരോചക അനറോക്സിയ, നമുക്ക് ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ്ലെസ്നെസ്. അവിപാക ഇൻഡൈജഷൻ, ശ്വാസ ഡിസ്നിയ, കാസ കഫ്, ജ്വര ഫീവർ, അതിസാര മീൻസ് ഡയറിയ, ശോഫ എമാസിയേഷൻ, പാണ്ഡുരോഗ മീൻസ് അനീമിയ, സ്വരഭേദ ഹോസ്നെസ് ഓഫ് വോയിസ് ഓർ നമുക്ക് നമ്മുടെ സ്വരം മാറും അല്ലെങ്കിൽ ഹോസ്നെസ് ഓഫ് വോയിസ്. സോ ദിസ് ഈസ് ദ ഉപദ്രവ ഓഫ് രക്തപിത്ത. സോ ഇവിടെ ഞാൻ ഒരു പോയിന്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന സമയത്ത് നിങ്ങൾ നിദാനാർത്ഥകര രോഗം പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ നിദാനാർത്ഥകര രോഗസ്യ അഭി ഉപജായതേ എന്ന് പഠിച്ചു. എന്ന് വെച്ചാൽ നിദാനാർത്ഥകര രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസീസ് തന്നെ മറ്റൊരു ഡിസീസിൻ്റെ കോസറ്റീവ് ഫാക്ടർ ആവുക, ഒരു കോസ് ആവുക. അതിനെയാണ് നമ്മൾ നിദാനാർത്ഥക രോഗം എന്ന് പറയുക. ആ നിദാനാർത്ഥക രോഗം ചരക നിദാനസ്ഥാന 8th ചാപ്റ്ററിലാണ്, ലാസ്റ്റ് ചാപ്റ്ററിലാണ് പറയുന്നത്. സോ അവിടെ നിങ്ങളത് ഓൾറെഡി നിങ്ങളിപ്പോൾ നിദാനസ്ഥാന ഫസ്റ്റ് പേപ്പറിൽ പഠിച്ചു വരും. നിദാനാർത്ഥക രോഗസ്യ അഭി ലഭ്യതേ. അതിലത്ത് പറയുന്നുണ്ട് തദ്ധിത ജ്വരസന്താവ രക്തപിത്തം മുതിരുതേ. ജ്വരത്തിൻ്റെ സന്താപം കൊണ്ടാണ് രക്തപിത്തം മുതിരുതേ. രക്തപിത്ത ജ്വരസ്ഥാപ്യം
ഗുൽമശ്ച അഭ്യുപജായതേ, നമ്മൾ പ്ലീഹാപി വൃദ്ധയാം ജഡരാഞ്ജഡ ശോധ ഏവച്ച ഇങ്ങനെ പഠിച്ചത് നമ്മൾ പഠിച്ചു. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജ്വരത്തിന് ശേഷം എന്തുകൊണ്ട് രക്തപിത്തം പ്ലേസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തദ്ദിത ജ്വരസന്താപാത് രക്തപിത്തം ഉദീരതേ എന്ന് നിദാനാർത്ഥ രോഗത്തിൽ നിങ്ങൾ പഠിച്ചു. ആ പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. സോ ദിസ് ഈസ് വാട്ട് റിഗാർഡിംഗ് രക്തപിത്ത. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ എനി ടൈം. സോ വി ക്യാൻ ഡിസ്കസ് ഫർദർ. So thank you.